നമസ്കാരം. സഹൃദയുടെ 7ാമത് ടഗ് ഓഫ് ഓൾ UK ടഗ് ഓഫ് വാർ ടൂർണമെൻ്റാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുന്നത്. ശരിക്കും ഇതൊരു ആഘോഷം തന്നെയാണ് സഹൃദയെ സംബന്ധിച്ചിടത്തോളം. സഹൃദയ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഏതാണ്ട് 170ഓളം ഫാമിലി, നമ്മുടെ മലയാളി ഫാമിലികളുള്ള കെൻറ്റിലെ ഒരു സംഘടനയാണ് സഹൃദയ. അതിൻ്റെ 17ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഇത് ഓൾ UK ടഗ് ഓഫ് വാർ ടൂർണമെൻറ്റ് ഇത് 7ാമത്തെ വർഷമാണ് നമ്മൾ നടത്തുന്നത്. ഇന്നിവിടെ നമുക്ക് നാട്ടിൽ നിന്നും നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ MLA എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കെൻറ്റിലെ ആഷ്ഫോർഡിൽ നിന്നുള്ള MP സോജൻ ജോസഫ് എത്തുന്നുണ്ട് നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി. ഈ ഒരു ടഗ് ഓഫ് വാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. 2007 സ്ഥാപിതമായ സഹൃദയ ദി ബെസ്റ്റ് ഇൻ കേരളൈറ്റ്സ് എന്ന സംഘടനയുടെ 17 വർഷത്തെ മികച്ച പ്രവർത്തന പരിചയ സമ്പത്തിന്റെ ബലത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുകയാണ് 7ാമത് വടംവലി മത്സരവുമായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA ചാണ്ടി ഉമ്മൻ നമ്മുടെ ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇതിൽ സംബന്ധിക്കാൻ വേണ്ടിയിട്ട്. ഉദ്ഘാടന ചടങ്ങിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ UKയുടെ അഭിമാനമായ മലയാളി സോജൻ ജോസഫ്, ന്യൂലി എലക്റ്റഡ് MP, ആദ്യമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി കൂടിയാണ് ഇന്നത്തെ സഹൃദയുടെ വടംവലി ടൂർണമെന്റ്. നിങ്ങൾക്കറിയാമല്ലോ, 7ാമത് വടംവലിയാണ് നമ്മുടെ. ഇതിനായി UKയുടെ പല ഭാഗങ്ങളിൽ ഏകദേശം 5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ള ടീമുകളുണ്ട്. ഇവിടെ 18 ടീമുകൾ മുഴുവൻ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഏവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോകകപ്പിന് സമാനമായ രീതിയിൽ സഹൃദയ വളർത്തിയെടുത്ത ഒരു അതിമനോഹരമായ കായിക മത്സരമാണ്, വടംവലി മത്സരങ്ങളുടെ ലോകകപ്പാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്.
ഒരംഗമാണ് ഞാൻ. പിന്നെ വിജയം ഒരിക്കലും ഒരാളുടെയും കുത്തകയല്ല, അതുപോലെ തന്നെ പരാജയവും ആരുടെയും കുത്തകയല്ല. നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓരോ കുന്നിനും ഓരോ ഇറക്കമുണ്ട്, അല്ലെങ്കിൽ ഓരോ ഇറക്കത്തിനും ഓരോ കയറ്റമുണ്ട്. നമ്മൾ മലയാളികൾ പഠിക്കേണ്ട ഒരു കാര്യം അത് മാത്രമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം ഒരൊറ്റ മിനിറ്റ് എടുക്കുന്നു. 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളും അഷ്ഫോർഡും കാന്തപുരയും ഒന്നിച്ചിവിടെ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് വടംവലിക്കാൻ വന്നു. ഞങ്ങൾ വന്ന് വലിച്ച വലികളെല്ലാം തോറ്റു. അവസാനം പറഞ്ഞു ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അതായത് തോറ്റവരെല്ലാം കൂടെ വീണ്ടും വിളിക്കും. അങ്ങനെ ഞങ്ങളന്ന് വലിച്ച് ഞങ്ങളന്ന് ആ വലി ജയിച്ചു. ഞങ്ങൾക്കതൊരു ഉത്സാഹമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോയിട്ട് പിറ്റേ വർഷം ഇവിടെ വലിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുകയാണ് ചെയ്തത്. ഈ കോട്ടയം ഇതേ കോട്ടയം ഞാൻ ഈ പറഞ്ഞതൊരു ചെറിയൊരു ഉദാഹരണം. നമുക്ക് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തളരാതെ അടുത്ത വർഷം ഞാനത് വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഞാൻ ആദ്യമായി മത്സരിച്ച ഇലക്ഷൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ അവിടെ തോറ്റില്ല. ഞാൻ അവിടെ നിന്ന് വീണ്ടും വിജയിക്കാൻ വേണ്ടി പ്രയത്നിക്കും.